ഈ വീഡിയോയിൽ യു എസിലുള്ള ഒരു വിഷയം നമുക്ക് പറഞ്ഞു പോവാം. ഇന്നലെ അമേരിക്കയിലെ സമയമനുസരിച്ച്, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ സമയമനുസരിച്ച് 6 മണിയോടുകൂടി അവിടെ ഒരു വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 26 വയസ്സുള്ള, ഒരു 27 വയസ്സുള്ള ഒരു അമേരിക്കൻ പൗരൻ, ഷാൻ താൻവ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ ഈ ഷേൻ താൻവ ഇവൻ കണ്ടിട്ട് ഒരു ബ്ലാക്ക് ഒറിജിൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു BMW കൊണ്ടുവന്ന് ഡബിൾ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാർക്കിംഗ് സ്പേസിൻ്റെ മിഡിലിൽ കൊണ്ട് പാർക്ക് ചെയ്യുക, വിച്ച് മീൻസ് റോഡ് പാർക്കിംഗ് ചെയ്തിട്ട് അതിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങി വരികയാണ്. കയ്യിൽ ഒരു M4 റൈഫലുണ്ട്. അത് 345 പാർക്ക് അവന്യൂ എന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ ആണ് ഇത് സംഭവിക്കുന്നത്. മൻഹാട്ടനിലാണ്. അത്രയും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് മൻഹാട്ടൻ എന്ന് പറയുന്നത്. ശരിക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ഈ മൻഹാട്ടൻ. ഈ 27 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു ഷെയ്ൻ താമസിക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണെന്നാണ് അവൻ്റെ അവിടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ മോട്ടീവ്, ഇവൻ വെടിവെക്കാൻ ഉണ്ടായ ഇവൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ന്യൂയോർക്ക് സിറ്റി പോലീസ് അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ, ഇവൻ അവിടെ പുറത്ത് ഈ വണ്ടിയിൽ നിന്ന്, ഈ BMW പുറത്തിറങ്ങി വന്നിട്ട് തുരിതരാ വെടിവെക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. അതുപോലെ തന്നെ 4 പേര് അവിടെ കൊല്ലപ്പെട്ടു. അതിലുപരിയായിട്ട് ഇവനെയും വെടിവെച്ചിട്ടിട്ടുണ്ട്. പിന്നെ പ്ലസ് ഒരു പോലീസ് ഓഫീസർ. ഈ പോലീസ് ഓഫീസർ ശരിക്കും ബംഗ്ലാദേശി ഒറിജിനാണ്. ദീദാറുൽ ഇസ്ലാം എന്നാണ് ഇയാളുടെ പേര്. 36 വയസ്സുകാരനാണ്. 2 മക്കളുണ്ട്. 3ാമത്തെ കുഞ്ഞിനെ വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അയാളിൽ ഏൽപ്പിച്ച ദൗത്യം. കാരണം അയാൾക്ക് പോലീസ് ആകുമ്പോഴത്തേക്കും പ്രൊട്ടക്ഷൻ ആണല്ലോ, സേഫ്റ്റിയാണ്, ജനങ്ങളുടെ സേഫ്റ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ അയാൾ കയറി പോവാണ് ഈ വെടിവെക്കുന്നവനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അയാൾക്ക് നേരെയും ഇവൻ വെടിവെക്കുകയാണ്. അങ്ങനെ അയാളും മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിലെല്ലാം തന്നെ വളരെ ദാരുണമായിട്ടുള്ള സംഭവമായിട്ട് ഈ ഒരു ദീദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ആ ഒരു ബംഗ്ലാദേശ് ഒറിജിൻ ആയിട്ടുള്ള US പൗരൻ, US ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം ന്യൂയോർക്ക് സിറ്റിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം തൊട്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ മീഡിയയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും. അവിടെയൊക്കെ ബാരിക്കേഡുകൾ വെച്ചിട്ട് ഈ മൻഹാട്ടൻ മൊത്തത്തിൽ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഡീപ്പായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. അതിദാരുണമായിട്ടുള്ള സംഭവമാണ്. ഇനിയിപ്പം ന്യൂയോർക്ക് സിറ്റി പോലീസ് ഓഫീസേഴ്സ് അവരുടെ സൈഡിലുള്ള റിപ്പോർട്ട്, പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്, ഈ പയ്യന്, അതായത് ഈ ഷെയ്ൻ തൻവ എന്ന് പറഞ്ഞ ഈ ചെറുക്കന്, ഇവന് മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. അവർ മെന്റൽ ഡിസോർഡർ ഉള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ്റെ കയ്യിൽ എങ്ങനെയാണ് M4 റൈഫിൽ വന്നതെന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ പബ്ലിക് ന്യൂസൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻധാരണയോടുകൂടി ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റുകളൊക്കെ സംഘടിപ്പിച്ച് വെച്ചതാണോ എന്നുള്ള നിലയിലും കൂടി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മോട്ടീവ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞൊരു കാര്യം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് പുരോഗമിക്കുകയാണ്. പക്ഷേ എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമായിട്ടാണ് ന്യൂയോർക്കിൽ ഇത് കരുതപ്പെടുന്നത്. ഇത് ഒരു പക്ഷേ തീവ്രവാദ ആക്രമണമാകാനുള്ള സാധ്യതയുമുണ്ട്. ആ രീതിയിലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അടുത്തത് ഗ്രീസിൽ എപ്പോഴും ഈ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബന്ധപ്പെട്ട് സൈപ്രസ് ഐലൻഡ്, ഇതെല്ലാം തന്നെ ഈ മെഡിറ്ററേനിയൻ ഏരിയയിൽ കിടക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അപ്പോൾ അവിടെ ഇസ്രായേൽ ത്രൂ ഷിപ്പുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്. സഞ്ചാരികളെ കൊണ്ട് ക്രൂയിസ് ഷിപ്പുകൾ യാത്ര നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രീസിലേക്ക് നിരന്തരം യാത്ര പോകുന്നുണ്ട്. വീക്ക്ലി 1-2 ഒക്കെ ഷിപ്പുകൾ അവിടെ ഡോക്ക് ചെയ്യാറുണ്ട്. ഗ്രീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ള സ്ഥലമാണ് ഗ്രീസ്.
ഈ ടൂറിസ്റ്റുകളുടെ പ്രധാന ഡെസ്റ്റിനേഷനാണ് ഗ്രീസ്. അപ്പോൾ അങ്ങനെ ഗ്രീസിലേക്ക് ഏതൻസിലോട് അടുക്കുന്ന സമയത്ത് വീണ്ടും ഈ പാലസ്തീനിയൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാർ അവിടെ തടിച്ചു കൂടി. അപ്പോൾ അതിനെതിരെയുള്ള ആ ഒരു പോലീസിൻ്റെ നടപടിയാണ് നിങ്ങളിവിടെ കാണുന്നത്. ശരിക്കും പോലീസ് ഇടപെട്ട് അവരെ അടിച്ച് ഓട്ടിക്കുകയാണ് ചെയ്തത്. പക്ഷെ അവന്മാർ പോകുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അവസാനം ഒരു 1.5 മണിക്കൂറോളം ഇതിൻ്റെ പുറകിൽ പോലീസ് സ്പെൻഡ് ചെയ്ത് ഇവന്മാരെ മൊത്തത്തിൽ അടിച്ച് ഓട്ടിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ രാജ്യത്തിന് വരുന്ന ടൂറിസ്റ്റുകൾ, അങ്ങനെ ആ ടൂറിസ്റ്റുകളെ ഇവന്മാർ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ രാജ്യം സർവൈവ് ചെയ്യുന്നത്? കാരണം ടൂറിസ്റ്റ് മേഖല എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു രാജ്യത്തിന് ഒരു ബാക്ക് ബോൺ പോലെയാണ്. അപ്പോൾ അതിനെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഈ ഫ്രീ പാലസ്തീൻ ടീമുകൾ അവിടെ പോയിട്ട് കിടന്ന് ഈ കൂക്കിവിളി നടത്തുന്നത്. അപ്പോൾ അതിനെതിരെ പല രീതിയിലുള്ള, അതായത് ഈ ഇസ്രായേലികൾ ഇവിടെ വന്ന് ഇറങ്ങാൻ പാടില്ല, ഇസ്രായേലികൾ അവിടെ വന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഇവന്മാരുടെ വകയിലുള്ളതാണോ ഗ്രീസ്? ഇവരെ ഈ രീതിയിൽ പെരുമാറുന്നു. അതായത് എവിടെയെങ്കിലൊക്കെ ഫ്രസ്ട്രേഷൻ കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതായത് ഇതിനകത്ത് ഇതിൽ കൂടുതൽ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ദുരഭിമാന കൊല അത് നടന്നിട്ടുണ്ട്. ഈ കൊലപാതകം ചെയ്തത് കുടുംബക്കാർ തന്നെയാണ്. എന്താണ് സംഭവിച്ചാൽ ബാനു ബിബി എന്ന് പറഞ്ഞൊരു ലേഡി, ബാനു ബിബി എഹ്സനുള്ള സമാലനി എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് അഫെയറിലായിരുന്നു, ലവ് അഫെയർ. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിച്ച കാര്യം എന്താണെന്നുള്ളത് ആദ്യം പറയാം, പിന്നെ എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് അതിനുശേഷം പറയാം. അപ്പം സംഭവിച്ചത് ജലാൽ സഫ്ലാസി. ജലാൽ സഫ്ലാസി എന്ന് പറയുന്നത് ഈ ബാനു ബീബിയുടെ ബ്രദറാണ്. ഈ ബാനു ബീബിയെ കൊണ്ടുപോയി ഒരു ഡെസേർട്ട് പ്ലേസിൽ നിർത്തുന്നു. അതായത് ഈ ബാനു ബീബിയെ ഈ ജലാല് എന്നോടൊപ്പം നടക്കുമെന്ന് പറഞ്ഞിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു ആ ഡെസേർട്ട് ഏരിയയിൽ. എന്നിട്ട് ഒരു 7 സ്റ്റെപ്പ്, കൃത്യമായിട്ട് ഒരു 7 സ്റ്റെപ്പ് വെച്ചതിന് ശേഷം ഈ ജലാൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട് നടത്തം. ബാനു ബീബി ഒരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾ 3 തവണ ബാനു ബീബിയുടെ മുതുകത്തേക്ക് വെടിവെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ സഹോദരൻ എന്തിനാണ് സഹോദരി വെടിവെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ശരിക്കും ഈ 2 ആൾക്കാരും തന്നെ ബലൂചിസ്ഥാൻ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഈ ബലൂചിസ്ഥാൻ ഗോത്രപ്രകാരമുള്ള ഒരു നിയമം നടപ്പിലാക്കിയതാണെന്നാണ് ഈ ജലാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ലേഡി ചെയ്യുന്നത് പറഞ്ഞാൽ, ബാനുവിന് 3 ആമക്കളും 2 പെൺകുട്ടികളും ഉണ്ട് ഈ ബാനുവിന്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ ബാനു ഈ എഹ്സനുള്ള എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുമായിട്ട് പ്രേമിച്ചിട്ടുണ്ട്. മീൻസ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, അല്ലെങ്കിൽ കല്യാണത്തിന് പുറമേ ഉള്ള ഒരു പ്രേമബന്ധം. അതിൻ്റെ പേരിലാണ് ഈ ലേഡിയെ ഈ രീതിയിൽ ദുരഭിമാന കൊലയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഇപ്പം പാകിസ്ഥാന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ്, കാരണം ഒരു വീഡിയോ, അതായത് ഈ നടന്ന ഈ ഒരു രംഗങ്ങൾ ചിത്രീകരിച്ച ഒരു വീഡിയോ ഫൂട്ടേജ് പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റ് എറപ്റ്റ് ആകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത്. എഹ്സനുള്ള സമലാനി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടി പോയിട്ട് 25 ദിവസം കഴിഞ്ഞാണ് ഈ ലേഡി മടങ്ങി വന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ബാനു ബീബിയും ജീവിച്ചിരിപ്പില്ല, ഇപ്പം എഹ്സനുള്ള എന്ന് പറഞ്ഞ ആ വ്യക്തിയും ജീവിച്ചിരിപ്പില്ല, ആ വ്യക്തിയും കൊലപ്പെടുത്തിയിരിക്കുക. ഇതാണ് അവരുടെ ഏറ്റവും പഴയ നിയമം, അവരുടെ ബലൂചിസ്ഥാനികളുടെ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുടുംബക്കാരോട് ചോദിച്ചപ്പോഴത്തേക്കും കുടുംബക്കാരും പറഞ്ഞ എക്സ്പ്ലനേഷൻ ഇതാണ്. കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണെന്നാണ് കുടുംബക്കാർ പറഞ്ഞിരിക്കുന്നത്. I think we have to understand that the Pakistani government and parliamentarians and political parties have not really responded to a crime but to a viral moment. This incident, as it is being reported, occurred some months ago, and as is evident from the video of the incident, it wasn't committed in secrecy, it wasn't committed in the remote area, it was committed in the greater area of the provincial capital. Yet we did not see any response from the local administration, from the police or the local judiciary. Only after 240 million people saw it on social media that the government has sprung into action. അതുപോലെ തന്നെ ഗാസയ്ക്ക് ഉള്ളിൽ എയ്ഡ് സപ്ലൈ നടക്കുന്നുണ്ട്. ഗാസയ്ക്കുള്ളിൽ എയ്ഡ് സപ്ലൈ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എയ്ഡ് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ അത് തുറന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്ത് കാണിക്കുകയാണ് പുറത്ത്. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് പോരാ, അവർ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് അവർ പറയുന്നത് ഇത് ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്ക് പഴയതുപോലെ ഞങ്ങൾക്ക് റോഡ് ത്രൂ എയ്ഡ് കൊണ്ട് തരുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഹെൽത്തി അല്ല, ഹൈജീൻ അല്ല, ഇതെല്ലാം തന്നെ ജങ്ക് ഫുഡ് റേഞ്ചിലുള്ള സാധനങ്ങളാണ്. അങ്ങനെ പല പല പരാതികൾ. യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വിഷമൊഴികെ ബാക്കി എന്ത് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർക്കിത് പോരാന്നാണ് പറയുന്നത്.
പല പരാതികളാണ്. പക്ഷെ എന്നാലും എയ്ഡ് സപ്ലൈക്ക് ഒരു കുറവും വരുത്തി വെച്ചിട്ടില്ല. ഇന്ന് ജർമ്മനിയും കൂടി അഡീഷണൽ എയ്ഡ് കൊടുത്തിട്ടുണ്ട്. അവരും എയർ ഡ്രോപ്പ് വഴി തന്നെയാണ് എയ്ഡ് സപ്ലൈ ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ രീതിയിലാണ് ചിന്തിക്കുന്നത്. മാക്സിമം എയർ ഡ്രോപ്പ് ചെയ്യുക, ബാക്കിയുള്ളത് ഗ്രൗണ്ട് വഴി, അതായത് കോറിഡോർ വഴി സപ്ലൈ ചെയ്യാന്നുള്ളത് തന്നെയാണ് നിലവിലെ എടുത്തിരിക്കുന്ന തീരുമാനം. These are not enough. They don't make food for us. This can have hummus. What should I do with it? Shall I open it and give it to the children like this? It is not healthy. This is not healthy. We need to go back like before, eating like what we were used to before. Children are dead, pale, turning to skeletons, only bones. They forgot eggs, meat and fruits. What are you getting us? Bananas, a kilo of... അതുപോലെ കിങ് അബ്ദുള്ള, ജോർദാന്റെ കിങ് അബ്ദുള്ള ഇന്ന് ജർമ്മനി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫ്രെഡറിക് മേഴ്സ്, ജർമ്മനിയുടെ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞിരിക്കുന്നത് പാലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അത്ര നല്ല പരിപാടിയല്ല. ഇത് നമ്പർ 1. ഇതുപോലെ തന്നെ സൗദിയുടെ ഫോറിൻ മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. അതായത് സൗദിയുടെ ഫോറിൻ മിനിസ്റ്റർ അടുത്ത് ഇന്നലെ ഫ്രാൻസുമായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്താണ് പാലസ്തീനിയൻ 2 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല, അതിനോടൊപ്പം ഇസ്രായേൽ പാലസ്തീൻ നോർമലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് അബ്രഹാം അക്കോർഡിൽ ചേർക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിന് സൗദി ആദ്യം പാലസ്തീൻ സ്റ്റേറ്റ് ഉണ്ടാവട്ടെ, അത് കഴിഞ്ഞിട്ട് പോരെ നമുക്ക് അബ്രഹാം അക്കോർഡുമായിട്ട് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നാണ് ചോദിച്ചത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞത് പാലസ്തീനിയൻ സ്റ്റേറ്റുമായിട്ട് ഒരു രീതിയിലുള്ള പരാമർശങ്ങളും പറഞ്ഞില്ല. നേരെ മറിച്ചിട്ട് റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ അമേരിക്കയുടെ കയ്യിൽ വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പുള്ളി പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ട്രംപ് നോർമലി ഭയങ്കരമായിട്ട് പീസ് ലവറാണ്, പീസ് മേക്കറാണ്. സോ ഹീ വിൽ ഡിസൈഡ്. പുള്ളി പല രീതിയിലുള്ള സമാധാന ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് സൗദി ഫോറിൻ മിനിസ്റ്റർ അഥവാ സൗദി ഡൊണാൾഡ് ട്രംപിലേക്ക് റെസ്പോൺസിബിലിറ്റി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഫ്രാൻസിന് സപ്പോർട്ടാണെന്നോ ഫ്രാൻസിന്റെ 2 സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നെന്നോ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല. അതേപോലെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ യൂറോപ്യൻ യൂണിയനിൽ തന്നെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് വിത്ത് റിഗാർഡ്സ് ദിസ് പാലസ്തീനിയൻ സ്റ്റേറ്റ്. ഇനി എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇമ്മാനുവൽ മാക്രോണിന് യൂറോപ്യൻ യൂണിയനിൽ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് തേടാൻ കഴിയുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? ഈ പാലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ജോർദാനെ, സൗദി വഴി ജോർദാനെ വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്ത് ജോർദാൻ കിങ് അബ്ദുള്ളയെ വെച്ചിട്ട് ജർമ്മനിയുമായിട്ട് ഒരു മീഡിയേഷൻ നടത്തി നോക്കി. ജർമ്മനി ഇന്ന് കട്ടയ്ക്ക് തുറന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്, പാലസ്തീനിയൻ 2 സ്റ്റേറ്റിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. നേരെ മറിച്ച് ഗാസയിൽ ഒരു യുദ്ധം നിർത്തണം, അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ നിർത്തണം. ഗാസയ്ക്ക് കൂടുതൽ എയ്ഡ് പുഷ് ചെയ്യണം, എയ്ഡ് ഉള്ളിലേക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിലോട്ടും, അതുപോലെ ഈ ബന്ദിമോചനം, ഇസ്രായേലിന്റെ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നില്ല, അതിനെ ഒന്ന് മോചിപ്പിക്കുക. പിന്നെ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെടത്തില്ല, അതും കൂടി പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് അനക്സേഷനൊക്കെ ഇസ്രായേലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് ഡേ ടൈമിൽ ഡെവലപ്പായി നടന്ന കാര്യങ്ങൾ. മാക്രോണിന്റെ 2 സ്റ്റേറ്റ് തിയറി മാക്രോണിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇനി ഇറാന്റെ അടുത്ത ഘട്ട മുന്നൊരുക്കങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിഷയം ഞാൻ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.